ഹലോ, ഞാൻ ലിപിലി. അപ്പൊ ഞാൻ ഇന്ന് കണ്ട ഒരു സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. അത് ധ്യാൻ ശ്രീനിവാസന്റെ ഒരു പടം. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗംഭീര ഒരു കോമഡി ട്രാക്കിൽ പോണ ഒരു കുറ്റാന്വേഷണ സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. പടം എഴുതി ഡയറക്ട് ചെയ്തിട്ടുണ്ട് ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളാണ്. പിന്നെ അതേപോലെ തന്നെ ഡയറക്ട് ചെയ്തിട്ടുണ്ട് രാഹുൽജി എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പൊ ഇവര് തന്നെ ഈ രാഹുൽജിയും കൂടിയാണ് ഇത് റൈറ്റ് ചെയ്തിരുന്നത്. ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ പടം എഴുതിക്കുന്നത്. പിന്നെ പടത്തില് അതായത് ഈ പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത് സോഫിയ പോള്. പിന്നെ പടത്തില് നായകനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ധ്യാൻ ശ്രീനിവാസൻ. പിന്നെ പുള്ളീനെ കൂടാണ്ട് ഈ പടത്തില് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് ഇതൊരു ധ്യാൻ ശ്രീനിവാസനെ പോലെ തന്നെ ഇതില് വേറൊരു ഗംഭീര റോൾ ചെയ്തിരുന്നത് സിജു വിൽസൺ. കാരണം ഒരു ഈക്വൽ റോളായിട്ട് അത് അവസാനം പോണുണ്ട്. പക്ഷെ ഈക്വൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു പടി മുമ്പിൽ നിൽക്കുന്നത് തന്നെ ധ്യാന്റെ പെർഫോമൻസ് തന്നെയാണ്. ധ്യാൻ തന്നെയാണ് പടത്തിൽ ലീഡ് ചെയ്തിരുന്നത്. പിന്നെ ഇവരെ കൂടാണ്ട് ഒരുപാട് താരങ്ങൾ ഈ പടത്തിലുണ്ട്. അതായത് കോട്ടയം നസീർ, പിന്നെ റോണി ഡേവിഡ്, ഇവരൊക്കെ അത് റോണി ഡേവിഡ് ഒക്കെ ഒരു പോലീസുകാരനായിട്ടാണ്. ഇപ്പൊ കോട്ടയം നസീർ അഭിനയിക്കുന്നത് മറ്റേ ധ്യാൻ ശ്രീനിവാസന്റെ അപ്പനായിട്ടാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ റോണിയുടെ ഒക്കെ ചില ഡയലോഗ്സ് പറയുമ്പോ എന്താ ഒരു കോമഡിയാണ് പുള്ളി പറയണത്. പക്ഷെ ആ കോമഡി അങ്ങോട്ട് ഏക്കാത്ത പോലെ എനിക്ക് തോന്നി. ആ ഡയലോഗിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞൂടാ. അതായത് ആ വന്ന ഡയലോഗ് ഡെലിവറി ഒരു മോശമായിട്ട് എനിക്ക് തോന്നി. പിന്നെ പടത്തില് മെയിൻ ആയിട്ടും കഥ പറയുന്നത് പറഞ്ഞാൽ പുള്ളിക്കാരനൊരു കേസൊക്കെ അന്വേഷിക്കുന്ന ഒരാളായിട്ടാണ് പടത്തില് ധ്യാൻ ശ്രീനിവാസൻ. അതായത് പ്രൈവറ്റ് ആയിട്ട് പോലീസിനെ സഹായിക്കണ ഒരാള്. പോലീസിനെ സഹായിക്കുന്നതല്ല, പോലീസിനെ പോലെ അതായത് കേസൊക്കെ തെളിയിക്കാൻ നോക്കണ ഒരാള്. കാരണം പിന്നെ ഇതില് വില്ലെന്ന് പറഞ്ഞാൽ അതൊരു മറ്റേ ഏതൊരു ഇംഗ്ലീഷ് പാഠമുണ്ട്, ബൂഗിമാൻ. അല്ല, ഇംഗ്ലീഷ് പാഠമല്ല, ഒരു ബുക്ക് ബൂഗിമാൻ. അതൊക്കെ വായിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതേപോലത്തെ ഒരു ക്യാരക്ടറാണ് ഇതിലെ വില്ലനായിട്ട് ഒരു സൈക്കോപാത്ത് വരുന്നത്. അപ്പൊ ഈ കേസൊക്കെ അന്വേഷിക്കുന്ന കാര്യങ്ങളാണ് ഈ പടത്തിൽ മെയിൻ ആയിട്ടും പറയുന്നത്. അതായത് സൈക്കോ കില്ലറിന്റെ. പിന്നെ ഈ പടം അതായത് കുറെ ഭാഗങ്ങൾ, എനിക്ക് അതിന്റെ കൃത്യമായിട്ട് പേര് പറയില്ല, അത് സീരീസ് പോലെ ഇറങ്ങാനുള്ള സംഭവം എനിക്ക് തോന്നുന്നു. കാരണം ഇതിപ്പോ ഒരു പടത്തിന്റെ, അതായത് ഈ പടത്തിന്റെ അല്ല എന്തിനാ പറഞ്ഞ, ഈ ഒരു കഥ ഒരു പടത്തിൽ പറഞ്ഞു. ഇനി ഇതിന്റെ അടുത്തൊരു ഭാഗമുണ്ട്. അത് സിനിമയുടെ ലാസ്റ്റ് അവർ അനൗൺസ് ചെയ്തു. ശാന്തിയോ അങ്ങനെ കണ്ടാണ് പേര്, എനിക്ക് പേര് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും അങ്ങനത്തെ അടുത്ത പടത്തിന്റെ പേര് അവരിപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ധ്യാന്റെ ഒക്കെ നല്ല പെർഫോമൻസും കാര്യങ്ങളും. അതായത് ഇതൊരു ഹിറ്റ് പടമായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ആ ഒരു കോമഡിയും കാര്യങ്ങളും അതായത് പലർക്കും അത് രസമായിട്ട് തോന്നിയിട്ടുണ്ടാവും. പിന്നെ പടത്തില് രണ്ട് നല്ല പാട്ടുകളുണ്ട്. അതായത് രണ്ട് നല്ല പാട്ടുകളുണ്ട്. അതേപോലെ തന്നെ പടത്തിന്റെ ഈ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രസമായിരുന്നു. അതായത് സൈക്കോ കില്ലറൊക്കെയാണ് ഈ പടത്തില്. അപ്പൊ സൈക്കോ കില്ലർ വരുമ്പോഴൊക്കെ ഉള്ള ആ ബിജിഎം ഒക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പിന്നെ വേറെ കൂടുതലൊന്നും പറയാനില്ല ഈ പടത്തിനെ കുറിച്ച് മോശം ഞാൻ പറയില്ല. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. കാരണം തിയേറ്ററിലൊക്കെ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് നമുക്ക് കണ്ട് ഇറങ്ങാവുന്ന ഒരു സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. എന്തായാലും അത് കാണാത്തവരൊന്നും കാണാതായിരിക്കും നല്ലത്. കാരണം പടം നല്ല തിയേറ്റർ എക്സ്പീരിയൻസും തന്നെയുണ്ട്. കാരണം ഇങ്ങനെ ഈ കേസ് തെളിയിക്കുമ്പോ നമുക്ക് തന്നെ ഒരു എങ്ങനെ പറഞ്ഞ, നമുക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഇത് എങ്ങനെയാണ് കേസ് തെളിയിക്കണേ എന്നൊക്കെ ഉള്ള കാര്യങ്ങള്. അപ്പൊ എന്തായാലും പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. അത്രയും പറയാനുള്ളൂ. ശരി.